നമസ്കാരം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളെ മുതൽ ഒരാഴ്ചക്കാലത്തേക്ക് മഴ കനക്കും. ഒപ്പം മെയ് 31-ന് മൺസൂൺ കൂടി എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന സൂചന കൂടിയാണ് ലഭിക്കുന്നത്. ഈ പെരുമഴക്കാലത്തിന് മുമ്പേ തന്നെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പകരുന്നു എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയത് 1 ലക്ഷത്തോളം പേരാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് 91 പേർ മരിച്ചു. മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ പോലുള്ള അപൂർവ രോഗങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഒപ്പം മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. അതീവ കരുതൽ വേണ്ട ഈ സമയത്തെ ജാഗ്രതയോടെ എങ്ങനെ നേരിടാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എനിക്കൊപ്പം കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ഒപ്പം ആരോഗ്യ വിദഗ്ധൻ അങ്കമാലി അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടർ സഞ്ജുവിലേക്ക് പോവുകയാണ്. ഡോക്ടർ സഞ്ജു, നമുക്ക് മഴക്കാലം കൂടി എത്തുകയാണ് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മഴക്കാലജന്യ രോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഇപ്പോൾ എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയവും അതുതന്നെയാണ്. ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യവും അതുതന്നെയാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗം പടർന്നു പിടിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്? നമസ്കാരം. നമ്മളിപ്പോ കാണുന്ന ഹെപ്പറ്റൈറ്റിസ് കേസസ് ഒത്തിരി ഉണ്ട്. ഇവിടെ എറണാകുളം ജില്ലയിൽ ഒത്തിരി കാണുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഒരു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. നമുക്ക് അത് കണ്ടാമിനേറ്റഡ് ഫുഡ്, നമ്മൾ അഴുക്ക വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ കൂടെ കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. സോ നമ്മുടെ ഫുഡ് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഫുഡ് മോശമാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് മോശം, കുടിക്കുന്ന വെള്ളം മോശമാണെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന് അറിയേണ്ട കുറച്ച് ലക്ഷണങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, വയറുവേദന, ഛർദില്, ലൂസ് മോഷൻ, ഇതൊക്കെ ആയിട്ടായിരിക്കും സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുന്നത്. തീർച്ചയായും ഡോക്ടർ. എനിക്കൊപ്പം ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കൂടി ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതായത് പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത്. ഈ വേനൽ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്, അതിന് പിന്നാലെ മൺസൂൺ കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ മൺസൂൺ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ മഴ സംസ്ഥാനത്ത് ലഭിക്കാൻ പോവുകയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ തന്നെയും റെഡ് അലർട്ട് മുന്നറിയിപ്പുണ്ട്. എത്രത്തോളം ആശങ്കപ്പെടേണ്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് നമുക്ക് മുന്നിലുള്ളത്? ഈ മഴക്കാലത്തെ അത് നമ്മൾ എങ്ങനെ ജാഗ്രതയോടെ കാത്തിരിക്കണം? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. 2023 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഭൂമിക്ക് നൽകിയ വർഷമായിരുന്നു. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ പോലുള്ള ഒരു ബെൽറ്റിൽ നമുക്ക് അത്ര കണ്ടമ്പളങ്ങ് അനുഭവിച്ചില്ല. ചൂടുണ്ടായിരുന്നു, എന്നാലും അത്ര ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ 2024 അതിനേക്കാൾ വലിയ ചൂടിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2020 മുതൽ ഇനി ഒരു 11 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 24 ഇനി ഒരു 7 വർഷക്കാലം സൂര്യനിലുണ്ടാകുന്ന സൗരചക്രത്തിൻ്റെ അല്ലെങ്കിൽ സോളാറിൻ്റെ എഫക്റ്റ് കുറച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായും ഭൂമിക്ക് ചൂട് കൂടാം. പിന്നെ ഭൂമിയുടെ നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലും ആന്ത്രോപോജനിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഭൂമിക്ക് നല്ല ചൂട് കൂടുന്നുണ്ട്, കടലിന് നല്ല ചൂട് കൂടുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ പ്രശ്നം ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ അറബിക്കടലും ഒരേ സമയം ചൂടാവുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നു, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് കാരണങ്ങൾ ഇനി പഠിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ. 20-30 ദിവസം മാത്രം ശക്തമായി കടൽ ചൂടായിരുന്നെങ്കിൽ അതൊരു 200 ദിവസത്തിലേക്ക്, ഒരു 10-20 ഇരട്ടിയിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ശക്തമായി കടൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ ചൂടായാൽ സ്വാഭാവികമായും അത് മഴയായി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കിട്ടിയല്ലേ പറ്റൂ. കാരണം വെള്ളം നീരാവിയായി മുകളിലോട്ട് പോയാൽ അത് ഏതെങ്കിലും രൂപത്തിൽ ഭൂമിയിൽ തിരിച്ച് വന്നേ കഴിയും. അപ്പോൾ ജലചക്രമൊക്കെ ഉള്ളതുകൊണ്ടും സൗരചക്രം, ജലചക്രം, കാർബൺ ചക്രം, നൈട്രജൻ ചക്രം, ഇതെല്ലാം കൂടിയാണ് ഭൂമിയെ നയിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വാട്ടർ സൈക്കിളുണ്ട്, ജലചക്രമുണ്ട്. കടലിലെ വെള്ളം നീരാവിയായാൽ അത് മുകൾപോട്ട് പോയേ കഴിയൂ. പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് ഏതെങ്കിലും ഒരു സീരിയലിൽ എത്തണം. ഇവിടെ പ്രശ്നം പെട്ടെന്ന് ചൂടാവുന്നു, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കാലയളവിൽ മഴ നമുക്ക് ലഭിക്കുന്നു. ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മഴയെ ഇപ്പോൾ പേടിക്കണമെന്ന് പറയാൻ കാരണം, മഴ വരുന്ന സ്ഥലത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനിയും ഒരുപാട് ആഴത്തിലുള്ള അക്കാഡമിക് പഠനങ്ങൾ നടക്കേണ്ട കാര്യമാണ്. പല സൂചനകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ താഴ്ന്ന മേഘങ്ങളിൽ നിന്നാണ് കൂടുതൽ മഴ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. മഴത്തുള്ളികളുടെ ശക്തി കൂടുതലാണ്,
കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടിയ മഴ എന്നുള്ള നിലയിൽ മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അപ്പോൾ നല്ല ചൂട് വന്നു, സ്വാഭാവികമായിട്ട് മഴ വരും, ഞാനീ പറഞ്ഞതുപോലെ. അപ്പോൾ ചൂടുകാലത്ത് ചൂട് കൂടുതലാണ്. ഇവിടെ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട്, കടലിൻ്റെ സമീപം ഉള്ളതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് നമുക്ക് ചൂട് ഒരുപാട് അനുഭവപ്പെട്ടു. ഇപ്പോൾ മഴയുടെ ഒരു കാലമാണ്. ഇനിയിപ്പോൾ മൺസൂൺ വരുമെന്ന് പറയുന്നതും കുറച്ച് മുമ്പ് വരുമെന്ന് പറയുന്നു. 27-28 മൺസൂൺ വരുമെന്ന്. പക്ഷേ അതിന് മുമ്പേ തന്നെ ശക്തമായ മഴ ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞേയിരിക്കുന്നു. എല്ലാ ജില്ലകളും റെഡ് അലർട്ടും യെല്ലോ അലർട്ടുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെ ഗൗരവമായി സൂക്ഷിച്ച് താമസിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ പോലുള്ളവയുടെ സാധ്യതകൾ ഈ മഴ വരുമ്പോഴാണ് ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മളെപ്പോഴും കഴിഞ്ഞ സീസണുകളിൽ വന്ന മഴ, പ്രളയമായാലും ഉരുൾപൊട്ടലുകളായാലും എല്ലാം ഒരു ദിവസം രാവിലെയാണ് വരുന്നതെങ്കിലും അതിന് ഭൂമി തയ്യാറെടുക്കും. ആ തയ്യാറെടുപ്പെന്ന് പറയുന്നതാണ് ഇതുപോലത്തെ ചെറിയ മഴകൾ, കുറഞ്ഞ ദിവസങ്ങളിൽ കിട്ടുന്ന മഴകൾ. അപ്പോൾ ഭൂമി ഇപ്പോൾ കിട്ടുന്ന വെള്ളമെല്ലാം അവിടെ ഇവിടെയൊക്കെ ശേഖരിച്ച് തയ്യാറെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ട്. ഇപ്പോൾ പ്രളയമാകാനുള്ളൊരു മഴയാവുന്നില്ല, പക്ഷേ വെള്ളപ്പൊക്കം, വാട്ടർ ലോഗിങ് നന്നായി വരും സിറ്റികളിലും. ഇപ്പോൾ കൊച്ചി, തിരുവനന്തപുരം അതുപോലുള്ള സിറ്റികളിലൊക്കെ വാട്ടർ ലോഗിങ് ആയി, വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ആയി കഴിഞ്ഞു. പിന്നെ രോഗങ്ങൾ, ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ഡോക്ടറും ചർച്ചയിലുണ്ട്. ധാരാളം രോഗങ്ങൾ, വിവിധ തരത്തിലുള്ള എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനെ ഡെങ്കി ഫീവർ, അങ്ങനെ ധാരാളം രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് താങ്ങാവുന്നതിനധികം മഴയാണ് ഈ ഭൂമിശാസ്ത്ര പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയുമൊക്കെ ചുവപ്പെടുന്ന ചക്രവാത ചുഴികളുടെയും ന്യൂനമർദ്ദപാത്തികളുടെയും ഒക്കെ ഫലമായി നമുക്ക് നല്ല മഴയാണിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഞാൻ ഡോക്ടർ സഞ്ജുവിലേക്ക് പോവുകയാണ്. ഡോക്ടർ സഞ്ജു, നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന, ഇപ്പോൾ ശ്രീ സുഭാഷും സൂചിപ്പിച്ചു ഈ മഴക്കാലജന്യ രോഗങ്ങളെക്കുറിച്ച്. അതിൽ പ്രധാനമായും ഈ മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് എറണാകുളം ജില്ലയിലെ ഒരു വലിയ ഭൂപ്രദേശം ആകെ തന്നെയും ഈ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 15 പേർ സംസ്ഥാനത്ത് മരണപ്പെട്ടും കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഈ മഴ കൂടി വന്നു കഴിയുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കാണോ ഈ മഞ്ഞപ്പിത്ത രോഗബാധ പടർന്നു പിടിക്കുന്നതിൽ നമ്മൾ കടക്കേണ്ടത്? എന്തൊക്കെ ജാഗ്രത നമുക്ക് ഈ രോഗം വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണം? തീർച്ചയായും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് അസുഖം എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്, ഒത്തിരിയേറെ മരണപ്പെടുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും സർട്ടൻ പ്രിക്കോഷൻസ് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം ബോയിൽഡ് വെള്ളമായിരിക്കണം. നല്ല ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാവൂ. പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിലെ വെൽസ് ഒക്കെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലത്. ബിക്കോസ് അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് കിട്ടാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് ഒത്തിരി കേസസ് ഇങ്ങനെ വരുന്നുണ്ട്, പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മളത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ശരിയായി വരും. പക്ഷെ പല ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ വരുമ്പോൾ ചിലപ്പം അതൊരു വേഴ്സ്റ്റ് മോർട്ടാലിറ്റി ആയിട്ടും വരുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫുഡും നമ്മൾ കുടിക്കുന്ന വെള്ളം ക്ലീൻ ആയിരിക്കണം. തീർച്ചയായും. അതേപോലെ തന്നെ ആശങ്ക ഉണർത്തുന്ന 2 രോഗങ്ങളാണ്. അത് നമുക്ക് അത്ര കേട്ടുപരിചയമില്ലാത്ത രോഗം കൂടിയാണ് ഡോക്ടർ. ഒന്ന് മസ്തിഷ്ക ജ്വരം, അതോടൊപ്പം തന്നെ വെസ്റ്റ് നൈൽ ഫീവർ. അത് ഈ അടുത്തിടയ്ക്ക് പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളെ തേടിയെത്തിയിരുന്നു. അത് ഗുരുതരാവസ്ഥയിലായ ഒരു കുട്ടിയുടെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ രോഗവും കാലാവസ്ഥയുമായി നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം? ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ മൂലം തന്നെയാണോ ഈ അസുഖവും വരുന്നത്? ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി അത് നമ്മൾ എങ്ങനെ എടുക്കണം? ശരി, യെസ്. വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂലെക്സ് മസ്കിറ്റോ ആണ് ഇത് പടർത്തുന്നത്. ഇതൊരു മസ്കിറ്റോ ബേർഡ്സും ആനിമൽസിൽ നിന്ന് ഇത് ഇൻഫെക്ട് ചെയ്തിട്ട് ഹ്യൂമൻസിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ഈ വെസ്റ്റ് നൈൽ ഫീവർ നമ്മൾ കേട്ടിട്ടുണ്ട്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആയിട്ടൊരു അസുഖം പണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ ഒരു സിമിലർ മസ്കിറ്റോ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഈ വെസ്റ്റ് നൈൽ ഫീവർ. സോ ഡെഫിനറ്റ്ലി അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് അറിയേണ്ടത് ഫീവർ, പനി, നല്ല ദേഹം വേദന, ജോയിന്റ് പെയിന്, പാരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ഒക്കെ വരും. ഇതൊരു വൈറൽ ഫീവർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇതിനൊരു വാക്സിനേഷൻ അല്ല, ഇതിനൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ഇത് കൂടുതൽ ബാധിക്കുന്ന ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവ്, അല്ലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അല്ലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരെയാണ് കൂടുതൽ ബാധിക്കേണ്ടത്. അപ്പൊ അവരെ ബാധിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയിലായിരിക്കണം, കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം. സോ ഡെഫിനറ്റ്ലി ഈ
ഒരു ഇൻഫെക്ഷൻ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. തീർച്ചയായും ഡോക്ടർ. ഞാൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ 2018 ശേഷം ഈ പ്രളയം നമ്മളെ മുക്കിക്കളഞ്ഞ ആ ഒരു ആശങ്ക, അതിനുശേഷം തുടർച്ചയായി ഇങ്ങോട്ട് മഴ പെയ്യുമ്പോൾ, അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധാരണമായി ഒരു മഴ പെയ്താൽ പോലും വലിയ ആശങ്കയിലേക്ക് ജനങ്ങൾ വരും. കാരണം നമ്മൾ അത്രത്തോളം വലിയ ഭയാനകമായ കാഴ്ച കണ്ട്, അവസ്ഥ കണ്ട് അതിനെ അതിജീവിച്ചെത്തിയ ഒരു ജനതയാണ്. ഇപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ സിറ്റി പ്രദേശങ്ങളിലൊക്കെ തന്നെയും ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ ഒക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ദുരന്ത നിവാരണം മുന്നൊരുക്കം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നേരത്തെ തന്നെ ആലോചിക്കേണ്ടതാണ്, മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇനി ഒരു മൺസൂൺ കാലഘട്ടം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് വരെയുള്ള സമയം നമ്മൾ അതീവ ജാഗ്രതയോടെ നിർണായക സമയമായി കണക്കാക്കേണ്ട ഒരു കാലഘട്ടമല്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ അധികാരികളായിക്കോട്ടെ, ഭരണകൂടമായിക്കോട്ടെ, നമ്മുടെ സിസ്റ്റം അവലംബിക്കേണ്ട ദുരന്ത നിവാരണ മാർഗങ്ങൾ അത് ഏതൊക്കെ തരത്തിലാണ്? പൊതുജനങ്ങൾ ഈ ഒരു സമയത്ത് ഏത് തരത്തിലുള്ള ജാഗ്രത കാണിക്കണം? ഇപ്പോൾ അതിന് അനുബന്ധമായ ഒരു കാര്യം ഞാൻ ഡോക്ടർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞൊരു 5 മാസക്കാലം, അതായത് അതികഠിനമായ ചൂടും മഴയും ഇങ്ങനെ വന്നതിൻ്റെ ഫലമായി ഒരു 100ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട് 5 മാസക്കാലം കൊണ്ട്. അതെല്ലാം മഴയുടെ കാലത്തിലല്ല, കഴിഞ്ഞ കാലം ഒരു 5-6 മാസത്തെ കണക്ക്, 5 മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 80,000-ഓളം പേര് ഈ 2 ആഴ്ച കൊണ്ട് പനിയായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ കണക്കുകളാണ് ഈ പറയുന്നത്, ഞാൻ സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് വിവിധ പനികൾ കൊണ്ടും എലിപ്പനി അടക്കമുള്ള എല്ലാം കൊണ്ടും ഒരു 85,000-ഓളം ആളുകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ചേർത്താണ് ഇത് വായിക്കേണ്ടത്. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി എന്നൊരു പരിപാടി എല്ലാ വർഷവും സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ ഇത് നടത്തേണ്ടത് എപ്പോഴാണ്? ഇത് നടക്കുന്നത്, നിർഭാഗ്യവശാൽ നടക്കുന്നത് കഴിഞ്ഞ ഇന്നലെ ഇന്നുമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ നടക്കേണ്ടത് കുറച്ചുകൂടെ മുന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന ജലജന്യ രോഗങ്ങളെല്ലാം വരുന്നത് അഴുക്ക വെള്ളം കുടിക്കുന്നത് കൊണ്ടോ അഴുക്ക വെള്ളത്തിൽ അതിൻ്റെ ഒരു സാമീപ്യം ഉള്ളത് കൊണ്ടാണല്ലോ. നമ്മുടെ പൊതു ജലാശയങ്ങൾ, തുറന്ന കിണറുകൾ, അതുപോലെ തന്നെ പൊതുകുളങ്ങൾ, മറ്റ് നദികൾ തുടങ്ങിയ പൊതു ജലാശയങ്ങളെല്ലാം തന്നെ നല്ലൊരു ശതമാനവും മാലിന്യത്താലാണ് കിടക്കുന്നത്. മാലിന്യമുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കൽ പരിപാടി നടക്കേണ്ടത് നല്ല ഡ്രൈ സീസണിലാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ടുന്ന ഒരു വലിയ ക്ലീനിങ് ഡ്രൈവ് നടക്കണമായിരുന്നു. പക്ഷേ ആ ഒരു ക്ലീനിങ് ഡ്രൈവ് നടന്നിട്ടില്ല. ഇത് മഴക്കാല ശുചീകരണ പരിപാടി എന്ന് പറഞ്ഞ് വളരെ നാമമാത്രമായ പ്രവർത്തനങ്ങളാണ് താഴെ തലങ്ങളിൽ നടക്കുന്നത്. കുറേ പ്രവർത്തനങ്ങൾ, പക്ഷേ വളരെ നാമമാത്രമാണ് ആ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മാലിന്യവും കൂടി വഹിച്ച് കിടക്കുന്ന ജലസ്രോതസ്സുകളിലേക്ക് മഴ വരുമ്പോൾ മാലിന്യം അത് ലയിച്ചതിലെത്തിച്ചേരുകയും ആളുകൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ അതിൽ ചവിട്ടുക, കുളിക്കുക, അല്ലെങ്കിൽ പിന്നെ പാചകത്തിനെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുടിക്കേണ്ടി വരിക. മാത്രമല്ല പൈപ്പ് ലൈനുകൾ ഇപ്പോൾ പൊതുവിതരണ സംവിധാനത്തിലുണ്ടെങ്കിൽ പോലും അടിക്കടി പൈപ്പ് ലൈനുകൾ പൊട്ടുന്നുണ്ട്. ഈ പൊട്ടുമ്പോഴെല്ലാം ഈ കരയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ജലസ്രോതസ്സുകളിലെ മണ്ണിലുള്ള അഴുക്ക ജലം കൂടി അതിനകത്ത് കയറാൻ വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മൾ നടത്തേണ്ടുന്ന ഒരു ജാഗ്രതാ പ്രവർത്തനത്തിൽ നമുക്കൊരു ടൈം ബൗണ്ടായി ചെയ്യുന്നതിലൊരു അപാകത നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാമത് നേരത്തെ എന്നോട് പറഞ്ഞത് ഒരു ആഗസ്റ്റ് മാസം വരെ, തീർച്ചയായിട്ടും ജൂലൈ ആഗസ്റ്റ് മാസം വരെ നല്ല ശക്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ തീരപ്രദേശം അലർട്ടായി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അത് അശാന്തമായി തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ തീരപ്രദേശത്ത് ഗൗരവമായ ജാഗ്രത ആവശ്യമുണ്ട്. മലയോര മേഖലകളിലും നല്ല ജാഗ്രത ആവശ്യമുണ്ട്, വലിയ ജാഗ്രത ആവശ്യമുണ്ട്. അതേസമയം ഇടനാട് പ്രദേശങ്ങളിലാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകാതെയും വെള്ളപ്പൊക്കം ധാരാളമായി ഉണ്ടാകാതെയുള്ള ചാനൽ ക്ലിയറൻസ്, ഇപ്പോൾ എല്ലാം കൃത്യമായൊരു ചാനലുകളുടെ ക്ലിയറൻസ് നടക്കേണ്ട സമയമാണ്. പക്ഷേ അത് നടക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2018 വരെ നമ്മൾ പ്രളയമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. 1924 പ്രളയമൊന്നും കണ്ടവരവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപൂർവ കുറച്ച് ആളുകളുണ്ടാവാം, 100 വർഷം കഴിഞ്ഞല്ലോ. പക്ഷേ 18 പ്രളയം നമ്മൾ കണ്ടു. പക്ഷേ 18 പ്രളയം കണ്ടു, 19, 20, 21, ഇപ്പോൾ 24, 4-5 വർഷമാകുമ്പോൾ കണ്ടിജൻസി, അതായത് ഒരു ദുരന്തമുണ്ടായാൽ, പെട്ടെന്നൊരു ദുരന്തമുണ്ടായാൽ നമുക്ക് കണ്ടിജൻസി മാനേജ് ചെയ്യാൻ അറിയാം. അവിടെ കളക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഓടിയെത്തുന്നു, ഭരണ വ്യവസ്ഥക്കാർ ഓടിയെത്തുന്നു, മന്ത്രിമാരെത്തുന്നു, എല്ലാവരും എത്തുന്നു, ജനങ്ങൾ അതുമായി ഉണർന്ന് പ്രവർത്തിക്കുന്നു. നമ്മൾ അവിടെ അപകടങ്ങൾ കുറയ്ക്കാനും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മലയാളി അത് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരാസൂത്രണം നടത്തുന്നതിൽ വലിയ പരാജയമാണ്. യാതൊരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ അലർട്ട് കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മൾ ആകപ്പാടെ ഇപ്പോൾ ചെയ്തു വരുന്നൊരു കാര്യം, അലർട്ട് കൊടുക്കും, പ്രസ്താവനകൾ ഇറക്കും, അത് ചാനലുകളിലും മീഡിയകളിലൊക്കെ വരുന്നത് കൊണ്ട് ആളുകളത് മനസ്സിലാക്കും. പക്ഷെ അതിനപ്പുറമുള്ള നടക്കേണ്ടുന്ന
നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നില്ല എന്നുള്ളത് ഒരു പരാതിയായിട്ടോ വിവാദമായിട്ടോ ആക്ഷേപമായിട്ടോ ഒന്നും പറയുന്നില്ല. ഒരു യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിച്ചു. ഡ്രൈ കാലഘട്ടത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് മഴയെ വരവേൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ഭൂമിയിലെ ജലസംഭരണികളായ നദികളും തോടും കുളങ്ങളും കിണറുകളും എല്ലാം ശുചിയാക്കി വയ്ക്കുമ്പോഴാണ് ഇത് വന്നാൽ തീർച്ചയായിട്ടും രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും, പ്രളയത്തെ പ്രതിരോധിക്കാൻ കഴിയും, വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ കഴിയും. ഇതെല്ലാം കഴിയുന്നതാണ്. പക്ഷേ അതങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ വർക്ക് തന്നെ ഈ പെരുമഴയത്തൊക്കെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് നമുക്കത് നേരത്തെ പ്ലാൻ ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല? 5-ാം വർഷത്തിലാണ് തീരുന്നത്. 5 വർഷം കിട്ടിയതാണ്. ആദ്യത്തെ വർഷം 2ാമത്തെ വർഷമല്ല ഇത്. ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. 5ാമത്തെ വർഷത്തിലേക്കാണ് സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുപിടിച്ചിങ്ങനെ തീരുന്നത്. അപ്പോൾ റോഡ് പണി നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലാഗിങ് നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. അത് ഒരു വ്യവസ്ഥയുടെ അല്ല, മൊത്തത്തിൽ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുടെ കലാകാലങ്ങളായുള്ള, ഏത് ഗവൺമെൻറ് ആയാലും കലാകാലങ്ങളായുള്ളൊരു സംവിധാനമാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ടത്, തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും. ഞാൻ ഡോക്ടർ സഞ്ജുവിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ, ഇപ്പോൾ സുഭാഷ് സാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ മഴക്കാലജന്യ രോഗങ്ങൾ വല്ലാതെ പടർന്നു പിടിക്കുന്നു. ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഈ സമയത്തല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അതവിടെ നിൽക്കുന്നു. അതൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിയാൽ ഈ മഴക്കാലജന്യ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ 80,000-ത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ചികിത്സ അതെ. അത് ഔദ്യോഗികമായ രേഖകളിലുള്ള കണക്കുകൾ മാത്രമാണ്, സർക്കാർ ആശുപത്രികളിലെ കണക്കുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിലും അധികം ആളുകൾ ദിവസേന മഴക്കാലജന്യ രോഗങ്ങളുമായി ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് എത്തുന്നു. പ്രധാനമായും ഈ ഒരു സമയത്ത് പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ, രോഗങ്ങൾ അത് ഏതൊക്കെയാണ്? പ്രധാനമായും കുട്ടികളാണോ ഇതിന് ഇരയാകുന്നത്? ഇപ്പൊ നമ്മള് കാണുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ അഡൽട്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാണുന്ന എലിപ്പനി, ഡെങ്കിപ്പനി, പിന്നെ വൈറൽ ഫീവേഴ്സ്, പല തരത്തിലുള്ള വൈറൽ ഫീവേഴ്സ് ഉണ്ട്. പിള്ളേർക്ക് കാണുന്ന സാധാരണ ഇൻഫ്ലുവൻസ വൈറസസ് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും പനി, ജലദോഷം, തലവേദന ആയിട്ട് തുടങ്ങിയിട്ടാണ് ഇവർക്കൊക്കെ പനി വരുന്നത്. അതിന് കറക്റ്റ് സമയത്ത് ചികിത്സ തേടി ഇരിക്കണം പിള്ളേരും അഡൽട്സ് ആണെങ്കിൽ. പിന്നെ ഉള്ള ഡെങ്കിപ്പനി ഇപ്പൊ ഒത്തിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡെങ്കിപ്പനി വരുമ്പോൾ നമുക്കറിയാലോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഡെഫിനറ്റ്ലി അത് നമുക്ക് OP ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്തിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. സോ ഡെഫിനറ്റ്ലി നമ്മളിപ്പം ഈ ഒരു കാലാവസ്ഥയിൽ കാണുന്ന എലിപ്പനി, ഡെങ്കിപ്പനി വളരെ കോമൺ ആയിട്ട് കാണുന്നു. പിന്നെ വൈറൽ ഫീവേഴ്സ് പലതും ഉണ്ട്. കോവിഡ് ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും വരുന്നുണ്ട്, പക്ഷെ അത്ര സിവിയർ ആയിട്ട് വരുന്നില്ല. കോവിഡ് ഇൻഫെക്ഷൻസ് നമുക്ക് ട്രീറ്റ്മെന്റ് OP ബേസിസിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇവരെ വീട്ടില് നിരക്ഷരായിട്ട് ഇരിക്കാം. തീർച്ചയായും. നമ്മൾ ഈ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ ചൂട് അതീവ ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ 2-3 മാസക്കാലം കണ്ടതാണ്. നമ്മൾ നേരത്തെ നമുക്ക് പരിചിതമല്ലാത്തൊരു കാലാവസ്ഥയാണത്. പക്ഷേ മഴയുടെ കാര്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇത്തരത്തിൽ ഭീകരമായ മഴയെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്ന കാലങ്ങളിൽ ഇത്തരത്തിൽ സഹിക്കാനാകാത്ത ചൂട്, അതിനുശേഷം ഇത്തരത്തിൽ അതിഭീകരമായ ഒരു മഴ, ആ ഒരു തരത്തിലേക്ക് കേരളത്തിന്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതിയോ? ഉഷ്ണതരംഗത്തിൽ ഒരു കാരണവശാലും ആരും മരിച്ചു പോകാൻ പാടില്ലാത്തതാണ്. സൂര്യതാപമേറ്റും ആരും മരിച്ചു പോകാൻ പാടില്ല. കാരണം ആവശ്യത്തിന് പ്രിക്കോഷൻ എടുത്താൽ ഒരാളും സൂര്യതാപമേറ്റ് മരിച്ചു പോകാൻ ആവശ്യമില്ല. അത് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. സൂര്യതാപത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല, പക്ഷേ മരണത്തെ പ്രതിരോധിക്കാം. പക്ഷേ ഉഷ്ണതരംഗത്തിലും ആളുകൾ മരിച്ചു ഇവിടെ. കാരണം അതിൻ്റെ ഒരു വിദ്യാഭ്യാസം, ഒരു കാലാവസ്ഥ സാക്ഷരതയുടെ കാലമായി. രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ച രണ്ടാമത്തെ വിഷയം, ഇനി എത്ര കാലമാണ് ഇങ്ങനെ ഉണ്ടാവുക? വളരെ ആരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആശങ്ക വരുത്താനോ അല്ല. ഇനി എത്ര കാലം കഴിഞ്ഞ് സുരക്ഷിതമാകും എന്നാണ് ചോദിക്കേണ്ടത് നമ്മൾ. കാരണം അത്ര കണ്ട് ഭൂമിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭൂമിയുടെ സ്വാഭാവികമായി ഭൂമിക്കുണ്ടാകുന്ന ചലനങ്ങളുടെയും സൂര്യനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ മാത്രമല്ല ഉണ്ടാകുന്ന മാറ്റങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആന്ത്രോപോജനിക്കായിട്ടുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരവ് കൊണ്ടും പല രൂപത്തിൽ കാലാവസ്ഥ അതിഗൗരവമായി മാറിക്കഴിഞ്ഞു. അത് ആഗോളതലത്തിലും മാറിയിട്ടുണ്ട്, കേരളത്തിലും മാറിയിട്ടുണ്ട്. കേരളത്തിലും ആഗോളതലത്തിലും ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പോൾ 2 തരം കാലാവസ്ഥ ഉണ്ടെന്ന് കൂടി നാം മനസ്സിലാക്കുക. ഒന്ന് സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റും, ഒരു സ്ഥൂല കാലാവസ്ഥ, ഒരു മാക്രോ ക്ലൈമറ്റും. മാക്രോ ക്ലൈമറ്റ് ഒരുപക്ഷെ നമുക്ക് അത്ര കണ്ട് നിയന്ത്രിക്കാനാകില്ല. അതിൻ്റെ
ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ മൈക്രോ ക്ലൈമാറ്റിൻ്റെ ക്യാൻവാസ് ചെറുതാണ്, പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെയാണ് സുപ്രീം കോടതി ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ മരങ്ങൾ വികസനത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് മരങ്ങൾ മുറിച്ച് തള്ളുന്നതിനെതിരെ ശക്തമായ താക്കീത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗോളതാപനത്തിനെതിരെ മരമാണ് മറുപടി എന്ന് ക്യാമ്പയിൻ നടത്തിയ കേരള സംസ്ഥാനത്തിൽ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തുമാത്രം മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്? എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പുതിയ കാലത്ത് നമുക്ക് അതിനെയും കൂടി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പകരം മരം വെച്ചുകൊണ്ടോ നമുക്ക് സൂക്ഷ്മ കാലാവസ്ഥയുടെ രൂപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല? ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായും ആശങ്കയുടെ കാലമാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ശക്തമായ മഴ, ശക്തമായ വേനൽക്കാലത്ത് ഉഷ്ണതരംഗം, സൂര്യതാപം, അതും അനുബന്ധ പ്രവർത്തനങ്ങൾ, പരിപാടികൾ. അത് കഴിഞ്ഞ മഴക്കാലം വന്നാൽ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, പ്രളയം, അതിൻ്റെ രോഗങ്ങൾ, ഈ ഒരു കാലമായിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. അത് ഭൂമിക്കാകെ അങ്ങനെ തന്നെ പ്രശ്നം വരുന്നു, ഇന്ത്യക്ക് ആ പ്രശ്നം വരുന്നു, കേരളത്തിനും ആ പ്രശ്നം വരുന്നു. എത്ര വെള്ളം കിട്ടിയാലും നമുക്ക് ജലക്ഷാമം പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി നമ്മളെ കാത്തിരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു ഭൂസാക്ഷരത, ഒരു ലാൻഡ് ലിറ്ററസി, ഒരു വാട്ടർ ലിറ്ററസി, ഒരു വെള്ളത്തിൻ്റെ ഒരു ലിറ്ററസി, ഒരു എൻവയോൺമെൻറ്റൽ ലിറ്ററസി ഒക്കെ നമ്മളിനി പഠിക്കേണ്ട കാലമായി. നമ്മൾ ഏത് ഭൂമിശാസ്ത്രത്തിലാണ് താമസിക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത് ഏത് കാലത്താണ് വരാൻ സാധ്യത, എന്തൊക്കെ പ്രിക്കോഷനാണ് നമ്മൾ എടുക്കേണ്ടത്, കെട്ടിട നിർമ്മാണ രീതിയിലടക്കം, നമ്മുടെ കൃഷിയിലടക്കം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആലപ്പുഴയിൽ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയ വ്യത്യാസമില്ലാതെ തന്നെയാണ് നമ്മൾ വയനാടുമൊക്കെ കൃഷി ചെയ്യുന്നത്. വലിയ കൃഷി രീതികളിൽ എന്താ വ്യത്യാസമുള്ളത് നമുക്ക്? അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം, മലയിൽ കെട്ടിടം വയ്ക്കുന്നതും മല ഇടിച്ചാണ് നമ്മൾ കെട്ടിടം വയ്ക്കുന്നത്, താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടിടം വയ്ക്കുന്നതും ഒക്കെ ഒരേ സാങ്കേതിക വിദ്യയാണ്, ഒരേ എഞ്ചിനീയറിംഗ് രീതിയാണ്. ഇതൊക്കെ മാറേണ്ട സമയമായി. തീർച്ചയായിട്ടും കേരളത്തിലെ കാലാവസ്ഥയെ, ഭൂപ്രകൃതിയെ കൂടി പരിഗണിക്കുന്ന പുതിയ ശീലങ്ങൾ ആളുകൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ രോഗം വരുന്നത്? ചൂടായി കിടക്കുന്ന ഭൂമിയിൽ, അതിശക്തമായി ചൂടായി കിടക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് മഴ വരുന്നു. അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് മഴ നനയാൻ പാടില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് പുറത്തിറങ്ങരുത്, 10 മണിക്ക് ശേഷവും 11 മണിക്ക് ശേഷവും 3 മണിക്ക് ശേഷവും പുറത്തിറങ്ങരുതെന്ന് പറയും പോലെ തന്നെ ജനങ്ങളെ ഇനി പഠിപ്പിക്കേണ്ടതുണ്ട്. ആദ്യത്തെ മഴ സമയത്തെ മഴകൾ ഒരു കാരണവശാലും നനയരുത്, ശരീരത്തിൽ വീഴരുത്. കാരണം എന്താണ്? അന്തരീക്ഷത്തിന് ഈ മാറ്റം വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് കൃമികളും കീടങ്ങളും കൊതുകും ഒക്കെ ഇങ്ങനെ പെരുകുന്ന ഒരു ചെറിയ കാലമാണ്. അത് അന്തരീക്ഷം തണുക്കണം. പക്ഷേ ആളുകൾ നല്ലതായി നനയുന്നു, വെള്ളം കോരി കുടിക്കുന്നു, അവർ അതിനകത്ത് പോയി കുളിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ 80,000, 90,000, 1 ലക്ഷം ആളുകളൊക്കെ ഇങ്ങനെ ചികിത്സ തേടേണ്ടി വരുന്നത്. അപ്പോൾ വലിയ ഒരു ഹെൽത്ത് ലിറ്ററസി, അതുപോലെ തന്നെ ഇപ്പോൾ ചൂടാക്കി കുടിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു ഹെൽത്ത് ലിറ്ററസി ആകും. ദാറ്റ് മീൻസ് ഒരു പുതിയ ജീവിതശൈലി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 6 മാസം വെള്ളപ്പൊക്കം, 6 മാസം പിന്നെ സാധാരണ നിലയിലേക്ക് വരുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരു ദിവസം 6 മാസത്തേക്ക് വസ്തുക്കളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അടുത്ത 6 മാസക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഭൂമിയിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾക്കിത് ചിലപ്പോൾ പുതിയ കാര്യമായിരിക്കും. നമ്മൾ ഏറ്റവും സുന്ദരമായൊരു ഭൂമിയിൽ ജനിച്ചവരായതുകൊണ്ടും വലിയ ദുരന്തങ്ങളൊന്നും കാണാത്തവരായതുകൊണ്ട് നമുക്കിത് പുതുമയുണ്ട്. പക്ഷേ ആ പുതുമയുടെ കാലം പോയി. ഇനി ദുരന്തങ്ങളുടെ ഒരു കാലം തന്നെയാണ് വരുന്നത്. അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എത്ര കണ്ട് നമ്മൾ ഓരോ തലത്തിലും എത്ര കണ്ട് ചെയ്യുമോ? കുട്ടികളുടെ കാര്യങ്ങൾ, മുതിർന്നവരുടെ കാര്യങ്ങൾ, സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യങ്ങൾ, ഹെൽത്ത് സിസ്റ്റമൊക്കെ മാറേണ്ട എത്രയോ കാലമായി. നമുക്ക് ഇപ്പോൾ വീടുകളിലേക്കൊക്കെ ഹെൽത്ത് സിസ്റ്റം കൊണ്ടു കൊടുക്കേണ്ട കാലമായി. എല്ലാവരും ഹോസ്പിറ്റലിൽ വരും. നമ്മളിപ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഞാനും പോകുന്ന ആളാണ്. നമ്മൾ ചെന്ന് നോക്കുക, വളരെ വലിയ ക്യൂ ആണ്. ആൾക്കാർ വരുന്നതുകൊണ്ടാണ്. പക്ഷേ എന്താ സംഭവിക്കുക? അതിൽ 2 പേർക്കായിരിക്കും പനി, ബാക്കിയുള്ളവർ നിൽക്കുന്ന മറ്റ് അസുഖങ്ങൾക്കായിരിക്കും. തിരിച്ചു പോകുന്നത് എല്ലാവരും പനിയായിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റം മാറേണ്ടുന്ന സമയമായി. പനി ക്ലിനിക്കുകൾ പ്രത്യേകം ഉണ്ടാവണം, അതിന് പ്രത്യേക വാർഡുകൾ വേണം. അങ്ങനെ എല്ലാ സിസ്റ്റത്തിനെ നമ്മൾ നന്നായി റീഡിസൈൻ ചെയ്യേണ്ടുന്ന, റീവർക്ക് ചെയ്യേണ്ടുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് അഡ്മിനിസ്ട്രേഷൻകാർ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ മാറി വരുന്ന കാലാവസ്ഥയെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള മഴയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ പെയ്യുന്ന മഴയെല്ലാം വലിയ മഴകളാണ് എന്നുള്ളതാണ്. ഒരുപാട് ജലം ഭൂമിയിലേക്ക് എത്തുന്ന തരത്തിൽ അതിൻ്റെ ശാസ്ത്രീയമായ വശം അറിയില്ല, അത് താങ്കളോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്. അതിൻ്റെ ശാസ്ത്രീയമായ വശം, ഇത്തരത്തിൽ 1 മണിക്കൂറിൽ ഒരു സ്ഥലത്ത് മഴ പെയ്താൽ തന്നെ താഴ്ന്ന പ്രദേശമാണെങ്കിൽ ഒരു വലിയ വെള്ളപ്പൊക്ക സമാനമായ രീതിയിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പണ്ട് കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടിക്കൂടി വരുന്നു. ചെറിയ മഴയിൽ പോലും ഒരുപാട് ജലം ഭൂമിയിലേക്ക് എത്തുന്നു, വെള്ളപ്പൊക്കം
ത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നു. അപ്പോൾ ഈ പെരുമഴ ഒപ്പം ഈ ഡാമുകൾ തുറക്കുന്ന സാഹചര്യം കൂടി വരുമ്പോഴാണ് പലപ്പോഴും ഈ വെള്ളപ്പൊക്കം പ്രളയത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം? ഇപ്പോൾ അരുവിക്കരയിലെ ഡാം, തിരുവനന്തപുരത്തിന് വെള്ളം കൊടുക്കുന്ന അരുവിക്കര ഡാമിലെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. അപ്പോൾ വേനൽക്കാലം ആണ്, മഴക്കാലം ആയിട്ടില്ല, സീരിയസ് മഴക്കാലം. അപ്പോൾ തുറക്കേണ്ടി വരുന്നു. 2-3 കാര്യങ്ങളാണ് അന്തരീക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായി പറയുമ്പോൾ, ഒന്ന് ഞാൻ പറയുന്നത്, അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അതിശക്തമായി ചൂടാവുകയാണ്. അപ്പോൾ തെർമോക്ലൈൻ അടക്കമുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ കടലിൽ ഉണ്ടാകുന്നു. പുതിയതായിട്ടല്ല, അപ്പം നേരത്തെ ഉള്ള, പക്ഷേ അതിൻ്റെ എല്ലാം തീവ്രത കൂടുന്നു. ചക്രവാത ചുഴികളുടെ, സൈക്ലോണുകളുടെ തീവ്രത കൂടുന്നു, കാറ്റിൻ്റെ തീവ്രത കൂടുന്നു. സ്വാഭാവികമായിട്ട് ഈ കടലിൻ്റെ ചൂട് നന്നായി കൂടുന്നുണ്ട്. അതൊരു കാരണം. രണ്ടാമത്, കരയിലേക്ക് നീരാവി വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ പോയാൽ താഴ്ന്ന ഉയരങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിൽ നിന്നായിരുന്നു നേരത്തെ മഴ പെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ താഴ്ന്ന ലെയറുകളിൽ നിന്നാണ് മഴ പെയ്യുന്നത്. അവിടെ വെച്ചേ മഴയാവുകയാണത്. അന്തരീക്ഷത്തിൽ അവിടെ വെച്ച് തന്നെ മഴയാവുകയാണ്. അപ്പോൾ മഴത്തുള്ളികളുടെ കനവും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ കേരളത്തിൽ മഴയെ പിടിച്ചിരുന്നതാരാണ്? 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 1,32,000 ഘന കിലോമീറ്റർ പ്രദേശത്തെ മഴയെ ഉൾക്കൊള്ളും. അപ്പോൾ കേരളത്തിൽ കാവുകൾ, കാട്, കുളം, പിന്നെ നദികൾ, അതുപോലെ തന്നെ വയലുകൾ, തണ്ണീർത്തടങ്ങൾ, ഇതെല്ലാം വ്യാപകമായി ഇല്ലാതായി. അപ്പോൾ വരുന്ന വെള്ളത്തിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് ചരിഞ്ഞു കിടക്കുന്നൊരു ഭൂമിശാസ്ത്രമാണ് കേരളം. അപ്പോൾ തീർച്ചയായിട്ടും അത് കടലിലേക്ക് പോയേ പറ്റുള്ളൂ. പോകാൻ ഉള്ള തടസ്സവുമുണ്ട്. തടസ്സമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമുക്ക് പ്രളയമാക്കി തരികയും തന്നെ ചെയ്യും. അപ്പോൾ ഭൂവിനിയോഗത്തിൽ വന്നു പോയിട്ടുള്ള മാറ്റം, വ്യാപകമായിട്ടുള്ള പ്രകൃതി വിഭവം, പിന്നെ അതുപോലെ മണ്ണ്, ധാരാളം മഴവെള്ളം കരുതി വെക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മണ്ണിൻ്റെ വെള്ളം കരുതി വെക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കൂട്ടണം. എന്തുകൊണ്ട് കുറഞ്ഞു? ഈ പച്ചപ്പ് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ പച്ചപ്പ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സൈക്ലിക് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കൂടി നോക്കുമ്പോൾ ഞാൻ ഡോക്ടർ സഞ്ജുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്കൂൾ കൂടി തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടർ. അപ്പോൾ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിക്കും സ്വയം ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കാൻ? ഇനിയിപ്പോ ഈ മഴ സമയത്ത് ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ വീട്ടടുത്തുള്ള പുറത്തെ നമ്മൾ വെള്ളം കെട്ടിയിരിക്കാൻ പാടില്ല. അതുപോലെ വെള്ളം കെട്ടിയിരുന്ന നമ്മുടെ പല അസുഖങ്ങൾ, മസ്കിറ്റോ വഴി കിട്ടുന്ന ഡെങ്കിപ്പനി വരും. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇതൊക്കെ ഫുഡൊക്കെ കവേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ശരി, വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടറിന്റെ സൂം ലൈനിൽ ഒരു സാങ്കേതിക തടസ്സം കൂടി ഉള്ളതുകൊണ്ടാണ് ഇടപെട്ടത്. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ വളരെ നന്ദി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. ഒപ്പം ആരോഗ്യ മേഖലയിൽ നിന്ന് ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ ആണ് ചേർന്നത്. ഡോക്ടർക്കും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. Dinosaur